നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. വടക്കൻ ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണികളും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. 470 പഞ്ചായത്തുകളിലെ 9027 വാർഡുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1177 ഡിവിഷനുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും 47 നഗരസഭകളിലെ 1834 ഡിവിഷനുകളിലേക്കും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ 14ഉം കാസർഗോഡ് 2 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂരിലാണ്, 1025. മലപ്പുറത്ത് 277 പ്രശ്നബാധിത ബൂത്തുകളും 18 അതീവ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. വയനാട്ടിൽ 64, കാസർഗോഡ് 9, കോഴിക്കോട് ജില്ലയിൽ 731 എന്നിങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം. മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലെ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കുമെന്ന് വടകര റൂറൽ എസ് പി KE ബൈജു പറഞ്ഞു. കോഴിക്കോട് റൂറലിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 577 ആണ് സെൻസിറ്റീവ് ബൂത്തുള്ളത്. ഇപ്പോൾ മാവോയിസ്റ്റ് അഫക്റ്റഡ് ബൂത്തുണ്ട്, അതുകൂടാതെ ക്രിട്ടിക്കൽ ബൂത്തുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ തന്നെ നമ്മൾ ഓരോ ബൂത്തിലും അഡീഷണൽ ആയിട്ട് ഒരു ഓഫീസറും 4 പോലീസുകാരെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജില്ലകളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. അതേസമയം നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്ന് വിട്ടുപോയ വോട്ടേഴ്സിനെ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ 24. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 70.91% പോളിംഗ്. 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ 3% കുറവുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ട അന്തിമ കണക്ക് പ്രകാരം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 1,32,00,000 വോട്ടർമാരിൽ 70.91% പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.85% പോളിംഗ്. 2025 ഏതാണ്ട് 3% കുറവുണ്ടായിരിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്, 74.57%. തിരുവനന്തപുരം 67.47%, കൊല്ലം 70.35%, ആലപ്പുഴ 73.80%, കോട്ടയം 70.86%, ഇടുക്കി 71.78% എന്നിങ്ങനെയാണ് ഇതര ജില്ലകളിലെ പോളിംഗ് നിരക്ക്. പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നെങ്കിലും ഇടത് വലതു മുന്നണികളുടെ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും എറണാകുളം കോർപ്പറേഷൻ നിലനിർത്തുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്തും ഭൂരിപക്ഷ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും ഭരണം പിടിക്കുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും കോട്ടയം ജില്ലയിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും സമാനമായ പ്രതീക്ഷകളാണ് മുന്നണികൾ പങ്കുവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം നഗരസഭയിൽ BJPയും LDFും ഒരുപോലെ ഭരണം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഇവിടെ 35 സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം. രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. പരാതി ഗൗരവതരമെന്നും ഉന്നയിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. ആദ്യ കേസിൽ ഈ മാസം 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് 23-കാരിയുടെ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെയെന്ന് കോടതി വിലയിരുത്തിയതിനൊപ്പം ചില സംശയങ്ങളും ഉന്നയിച്ചു. പരാതി ഉന്നയിച്ചതിലും കേസെടുത്തതിലും കാലതാമസം നേരിട്ടു. ഇതിന് പല കാരണങ്ങളാണ് പരാതിക്കാരി മൊഴിയിൽ ഉന്നയിക്കുന്നത്. ആദ്യ പരാതി പോലീസിനല്ല KPCC പ്രസിഡന്റാണ് നൽകിയതെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. രാഹുലിനെതിരെ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ആദ്യം ചുമത്തിയിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. വിവാഹ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം തടയാൻ ഇത് കാരണമായില്ല. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ പാലക്കാട് എത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് 24-ാം വാർഡിലാണ് രാഹുലിന് വോട്ടുള്ളത്. ഉച്ചയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. രാഹുൽ തിരിച്ചെത്തിയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് DYFIയുടെയും BJPയുടെയും തീരുമാനം. 24 തിരുവനന്തപുരം.
മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പാർട്ടി നിലപാടിൽ മാറ്റം വേണ്ടെന്ന് കോൺഗ്രസ്. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ആദ്യ പരാതിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചതിൽ സംശയം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതിക്ക് പിന്നാലെ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാണ്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാധിക്കില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. നിയമ നടപടികളോ അതിലെ ജയപരാജയങ്ങളോ പാർട്ടി നിലപാടിനെ സ്വാധീനിക്കില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിന് ഒരു തടസ്സമില്ല. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചപ്പോൾ രണ്ടാം അതിജീവിതയുടെ പരാതി KPCC നേതൃത്വത്തിലേക്കാണ് വന്നത്. രാഹുലിനെയും അദ്ദേഹത്തിന്റെ ചെയ്തികളെയും തള്ളുമ്പോഴും ഇതിനെ കോൺഗ്രസ് നേതൃത്വം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായാൽ അകലം പാലിക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം അന്തിമമെന്ന് K. മുരളീധരൻ. പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണ്. ജാമ്യം കിട്ടുന്നതിന് അനുസരിച്ച് കോൺഗ്രസ് നിലപാട് മാറ്റില്ലെന്നും K. മുരളീധരൻ പറഞ്ഞു. രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകൾ. ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി. ഇതേ കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 15-ന് പരിഗണിക്കും. അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയും തിരിച്ചറിയും വിധം പോസ്റ്റ് ഇടുകയും ചെയ്ത സംഭവത്തിൽ രാഹുൽ ഈശ്വർ 10 ദിവസത്തിലധികമായി റിമാൻഡിൽ കഴിയുകയാണ്. 2 തവണ ജാമ്യാപേക്ഷ നിഷേധിച്ചിരുന്നു. പിന്നാലെ രാഹുൽ ഈശ്വർ ജയിലിലെ നിരാഹാരം അവസാനിപ്പിച്ചിരുന്നു. ഇതോടെയാണ് വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. നാളെ രാവിലെ 11 മണിവരെ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ലെന്നും കിഡ്നി സ്റ്റോൺ കാരണമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും രാഹുൽ ഈശ്വർ. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാർ പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം. അഡ്വക്കേറ്റിനെ കണ്ടില്ല. അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണ്ട. ഇതുകൊണ്ടാണ്. അതേസമയം ഇതേ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ വീണ്ടും സമയം നീട്ടി ചോദിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. ലോക്സഭയിൽ SIR ചർച്ചയ്ക്കിടെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ട് കൊള്ള നടത്തിയത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെന്ന് അമിത്ഷാ. വോട്ട് ചോരിയിൽ 3 വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയിട്ട് എന്തായെന്നും പരിഹാസം. വിഷയത്തിൽ പ്രത്യേക ചർച്ച നടത്താൻ അമിത്ഷായെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ മറുപടിക്കിടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. जो 3 प्रेस कॉन्फ्रेंस में, एक सादा प्रेस कॉन्फ्रेंस, एक एटम बम वाला प्रेस कॉन्फ्रेंस, एक परमाणु बम वाला, ये तीनों में क्या हुआ, इसके सारे जवाब मिले. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിട്ട് എന്തായെന്നും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ച് അമിത്ഷായുടെ മറുപടി. ഇതോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. വോട്ട് ചോരിയിൽ പ്രത്യേകം ചർച്ചയാകാമെന്ന് രാഹുൽ ഗാന്ധി. Let us have a debate on my press conference. Let us go. Let us have very good idea. Let us have a debate on my press conference. Amit Shah ji, I challenge you to have a debate on the 3 press conferences. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് സഭ പ്രവർത്തിക്കില്ലെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയെന്നും അമിത്ഷാ ആരോപിച്ചു. അങ്ങനെയൊരു വോട്ട് സോണിയാഗാന്ധി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ KC വേണുഗോപാൽ അമിത്ഷായെ വെല്ലുവിളിച്ചു. I am challenging Home Minister. Sonia Gandhi not even voted that election. Can you prove it?
Can you prove it? Sir, misleading statement a home minister doing. Sir, you are. What is this, sir? കോൺഗ്രസ് പരാജയപ്പെടുന്നത് EVM-ന്റെ പ്രശ്നം കൊണ്ടല്ല, ദുർബലമായ നേതൃത്വം കൊണ്ടാണെന്നും അമിത്ഷാ വിമർശിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ആജ്ഞകൾക്കനുസരിച്ചല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. തങ്ങൾ പരാജയപ്പെട്ട കാലത്ത് കമ്മീഷനെ പഴിച്ചിട്ടില്ല. EVM കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും അമിത്ഷാ. അമിത്ഷായുടെ മറുപടിക്കിടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം ഭയന്നോടുകയാണെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. 24 ഡൽഹി. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ കുറ്റമുക്തനായ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി. ഇന്നലെ ഫെഫ്കയിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നു. അതേസമയം 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധിക്ക് ശേഷം അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ തളരില്ല എന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി 24നോട് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തരായതിനു പിന്നാലെ സിനിമാ മേഖല രണ്ടായി പിളർന്നു നിൽക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പമെന്ന് ഒരു വിഭാഗവും കുറ്റമുക്തനായതോടെ ദിലീപിനും നീതി ലഭിച്ചുവെന്ന് കരുതുന്ന മറുവിഭാഗവും. അമ്മ, ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകളിലേക്ക് ദിലീപിനെ ഉടൻ തിരിച്ചെടുക്കുന്നതിൽ കടുത്ത അതൃപ്തി സിനിമാ മേഖലയിലുണ്ട്. ഇന്നലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷയിൽ വാദം നടക്കുക. വിധിപ്പകർപ്പ് ലഭിച്ചയുടൻ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. അന്ന് കോടതിയിൽ നടന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി 24നോട് പറഞ്ഞു. അയാൾക്കെതിരായിട്ടുള്ളതോ അനുകൂലമായതല്ല, അയാളെ കുറിച്ചുള്ള വിധി പറയണ സമയത്ത് ആക്ച്വലി അവിടെ പടക്കം പൊട്ടി. അപ്പം ഇതൊരു വളരെ പ്രീ പ്ലാൻഡ് ആണെന്ന് നമ്മളൊന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തനിക്കെതിരെ കേസിൽ ഗൂഢാലോചന നടന്നുവെന്ന നിലപാട് ദിലീപ് ആവർത്തിച്ചിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ശിക്ഷാവിധിക്ക് ശേഷവും തുടർചലനങ്ങൾ ഉണ്ടാകും. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചുള്ള UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ വിവാദം തുടരുന്നു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശിന്റെ പരാമർശം തള്ളി രംഗത്തെത്തി. വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ചാണ് 24നോട് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചുമായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. വോട്ടെടുപ്പ് ദിനത്തിൽ അടൂർ പ്രകാശ് നടത്തിയ പരാമർശം അനുചിതമെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അടൂർ പ്രകാശിന്റേത് ചെറിയ നാവ് പിഴയെന്ന പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. അടൂർ പ്രകാശ് പറഞ്ഞപ്പോൾ എന്തോ ഒരു സ്ലിപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പരാമർശത്തെ തള്ളിയതിനു പിന്നാലെ പറഞ്ഞത് തിരുത്തി അടൂർ പ്രകാശ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച് ഇന്നും അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ചില കാര്യങ്ങൾ മാത്രം എടുത്ത് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം വേട്ടക്കാരനൊപ്പമാണോ ഇരയ്ക്കൊപ്പമാണോ UDF എന്നത് വ്യക്തമാക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഈ വിഷയത്തിൽ UDF കൺവീനർ നടത്തിയ പ്രസ്താവന അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഒഴിവാക്കുന്നത്. ഒരു പാർട്ടിയും 1000 അഭിപ്രായങ്ങളുമാണ് കോൺഗ്രസിനെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിയുടെ ഉള്ളടക്കം ചോർന്നെന്ന ആരോപണത്തിൽ പ്രസിഡന്റിനെ തള്ളി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ. കമ്മിറ്റിയുടെ അറിവോടെയല്ല ചീഫ് ജസ്റ്റിസ് അസോസിയേഷൻ പ്രസിഡന്റ് കത്തയച്ചത് എന്ന് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമാക്കുന്നു. വാർത്താമഴയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. രാത്രി 8 മണി വരെയുള്ള കണക്കനുസരിച്ച് 66,132 പേർ ദർശനം നടത്തി. 6,643 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തി. തീർത്ഥാടകരുടെ തിരക്ക് കണക്കെടുത്ത് 2 ദിവസമായി രാത്രിയിൽ ദർശന സമയം ദീർഘിപ്പിച്ചിരുന്നു. ഇന്നലെ 20 മിനിറ്റ് വൈകിയാണ് നട അടച്ചത്. വാർത്താമഴ പൂർത്തിയാകുന്നു.